മനുഷ്യ, നിങ്ങൾ അറിഞ്ഞോ? നിങ്ങളുടെ മോളെ ബാംഗ്ലൂരിൽ നിന്ന് ഒരു കാമുകനെ കൊണ്ട് വന്നേക്കുന്നു. എന്റെ ഈ കൊട്ടാരത്തിൽ വന്ന് എന്റെ മോളെ ചോദിക്കാൻ നിനക്ക് എന്ത് ധൈര്യം? നിനക്കുള്ള ശിക്ഷ ഞാൻ വിധിക്കും. അയ്യോ, അതല്ലേ നമ്മൾ ഇന്നലെ ആക്രിക്കാരനോട് പൈസ വാങ്ങിയേ? എങ്കിൽ ആ കുന്തം ഇങ്ങെടുക്ക. അതല്ലേ ഇന്ന് വെട്ടി തുണ്ടുണ്ടാക്കി അടുപ്പിനകത്ത് കഞ്ഞി ഉണ്ടാക്കിയേ? ആ ചാട്ടുമാറെടുക്ക. അതിനെയും കൊണ്ടല്ലേ നമ്മുടെ ആടിനെ കെട്ടിയിട്ടിരിക്കണേ. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്നോടാണോ ചോദിക്കണേ? നിനക്കുള്ള ശിക്ഷ ഞാൻ വിധിക്കും. നിന്നെ ഞാൻ നുള്ളും. അയ്യോ, ഞാൻ ഇനിയും കാണിക്കും. ആരായ എനിക്കെന്താ? അയാളുണ്ടല്ലോ ബാംഗ്ലൂരിനെ പോലെ കിട്ടുകിടാന്ന് വർപ്പിക്കുന്ന യുവരാജനാ. അതിന് ഞാൻ എന്ത് വേണം? അച്ഛാ, അവര് വേണ്ടി വന്ന അച്ഛന്റെ തലയും വെട്ടും. ഇനിയിപ്പൊ അച്ഛന്റെ കാര്യം എന്താവും എന്തോ. അമ്മേ, മോനെ, അച്ഛൻ പ്രാങ്ക് ചെയ്തതാ. ഇങ്ങനെ കാണുന്ന പോലെ ഒന്നല്ല, അച്ഛൻ വലിയ കലാകാരൻ. എന്റെ അച്ഛനു പറയല്ല, നന്നായി പാട്ട് പാടും. സരിഗമ നന്നായി പാടും. ഈ കൊട്ടാരത്തിൽ എന്ത് പരിപാടി നടന്നാലും അച്ഛനാ പാടാറ്. നമുക്കതൊന്ന് കേക്കണമല്ലോ. മോനെ, കൊറേ നാളായി ഈ സാധകമൊക്കെ ഒന്ന് ചെയ്തിട്ട്. അല്ല അച്ഛാ, കൊഴപ്പില്ല. എന്തായാലും കുമാരൻ പാടല്ലേ. ഞാൻ വന്നല്ലേ, ഒന്ന് പാടൂ. ആ, കേൾക്കാൻ ആഗ്രഹം കൊണ്ടല്ലേ. അമ്മ കുളിപ്പിച്ചിടുമ്പോൾ എന്തൊരു സുഖമാ, അമ്മ ഉടുപ്പിടിക്കുമ്പോൾ എന്തൊരു രസമാ, അമ്മ വിളമ്പി നൽകുമ്പോൾ എന്തൊരു രുചിയാ, എന്നാൽ അമ്മ അടിക്കുമ്പോൾ എന്തൊരു വേദന. എന്തൊരു വേദന? എന്തൊരു വേദന? മാത്രം ശരിയായില്ലല്ലേ? ബാക്കി എല്ലാം കറക്റ്റ് ആയിരുന്നു. നാടിനെ കിടുകിട വിറപ്പിക്കുന്ന രാജാവാണ് ഇവിടെ വന്നിട്ട്. അയ്യോ, അങ്ങനല്ല. അച്ഛന് സാധകം ചെയ്യാത്തോണ്ടാ. ഉമാരിയുടെ അച്ഛനാണ് ഞാൻ വെറുതെ വിടുന്നത്. എന്നെ